ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വേഗത്തിൽ സ്ക്വയർ കണ്ടുപിടിക്കാൻ പഠിച്ചാലോ? നമുക്കെല്ലാം അറിയാം അല്ലേ? 9ന്റെ സ്ക്വയർ എത്രയാ? 81 അല്ലേ? 9 × 9 81. അത് നമുക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞാലോ? 10ൽ നിന്ന് 9 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 1. 1ന്റെ സ്ക്വയർ എത്രയാ? 1 അല്ലേ? ഇനി 9ൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 8. 81 ഇല്ലേ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 12ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാലോ? 10ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 12 കിട്ടുക? 2 ഇല്ലേ? 2ന്റെ സ്ക്വയർ എത്രയാ? 4. അപ്പോൾ 12ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 14. അപ്പോൾ 12ൻ്റെ സ്ക്വയർ എത്രയാണ്? 144. ഇനി 13ൻ്റെ ആണെങ്കിലോ? 10ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 13 കിട്ടിയേ? 3 കൂട്ടിയപ്പോൾ അല്ലേ? 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. അപ്പോൾ 13ൻ്റെ കൂടെ 3 കൂട്ടിയാൽ എത്ര കിട്ടും? 16. അപ്പോൾ 13ൻ്റെ സ്ക്വയർ എത്രയാണ്? 169. ഇനി നമുക്ക് കുറച്ചുകൂടെ വലിയ സംഖ്യ നോക്കിയാലോ? 96 നോക്കാം. 96 100ൽ നിന്നും എത്ര കുറയ്ക്കുമ്പോഴാണ് 96 കിട്ടുന്നത്? 4 കുറയ്ക്കുമ്പോൾ അല്ലേ? അപ്പോൾ 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. അപ്പോൾ 96ൽ നിന്ന് 4 കുറച്ച് എത്ര കിട്ടും? 92 കിട്ടും. അപ്പോൾ സ്ക്വയർ എത്രയാണ്? 92 16. 4 9216. ഇനി നമുക്ക് 93ൻ്റെ സ്ക്വയർ നോക്കിയാലോ? 100ൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് 93 കിട്ടുന്നത്? 7 കുറയ്ക്കുമ്പോൾ അല്ലേ? 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49. ഇനി 93ൽ നിന്ന് 7 കുറച്ചാലോ? 86. അപ്പോൾ 93ൻ്റെ സ്ക്വയർ എത്രയാണ്? 8649. ഇത്രയും വേഗത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഓരോന്നും മാറി മാറി വേഗം ട്രൈ ചെയ്ത് നോക്കൂ.